അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണം സെവൻസിനോടൊപ്പം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുമായി ബന്ധപ്പെട്ട നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു. NH വികസനവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം പാലത്തിന് സമീപം പുറമ്പോക്കിൽ താമസിക്കുന്ന 4 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു. ഇവർക്ക് പട്ടയമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സമുണ്ട് എന്നായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട്. MPയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് MP, എറണാകുളം കളക്ടർ ആന്റണി ജോൺ MLA, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനമായതായി MP അറിയിച്ചു. ഡിസംബർ മാസത്തോടുകൂടി തന്നെ നിർണായകമായ ഒരു ഘട്ടം പിന്നിടണം എന്നുള്ളതാണ് ഇതിന്റെ ടൈം ലൈൻ വെച്ചിട്ടുള്ളത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അക്വയർ ചെയ്യുന്ന ഒരു പ്രക്രിയ, ലാൻഡ് അക്വിസിഷൻ, ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുമായി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനിടയിലാണ് 4 കുടുംബങ്ങൾ ഇവിടെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുകയും കച്ചവടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയ്ക്ക് അർഹമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. MP എന്നുള്ള നിലയിൽ ഞാനും, MLA എന്നുള്ള നിലയിൽ ശ്രീ ആന്റണി ജോണും, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അക്കാര്യത്തിൽ ഈ 4 കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവർക്ക് കൊടുക്കാവുന്ന പരമാവധി കോമ്പൻസേഷൻ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് 4 കുടുംബങ്ങൾക്കും ഷാൻഡിമോൾ എന്നുള്ള വീട്ടമ്മ, അവരുടെ കുടുംബത്തിന് 7,52,063 രൂപയും, വീട് നഷ്ടപ്പെടുന്ന അമ്പിളി ശ്യാമിന് 12,02,144 രൂപയും, ഷാൻഡിമോൾക്ക് 7,52,063 ശിവന് 10,95,425 രൂപയും, പുരുഷോത്തമന് 4,30,608 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ വിവരം സ്ഥലത്ത് നേരിട്ടെത്തി MP ഇവരെ അറിയിച്ചു. കൂടാതെ ഇവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലത്തിനായി സ്ഥലം കണ്ടെത്തുവാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മാറുന്നവർക്ക് 6 മാസത്തെ വീട് വാടക കൊടുക്കണമെന്ന് നാഷണൽ ഹൈവേ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MP അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സേജൻ ചാക്കോ, വാർഡ് മെമ്പർ സൗമ്യ ശശി, ജയ്മോൻ ജോസ് സവിത, ഉമ്മർ CP, ദീപു MP, ജോയി അറക്കക്കുടി, ശ്രീജിത് ശിവൻ, ഷമീർ CP, ഷെരീഫ് ചിരങ്ങര തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലേക്ക് വിട്ടിട്ടുണ്ട്. അവരത് പരിഗണിച്ചാൽ, അത് അനുവദിച്ചാൽ 6 മാസത്തേക്കുള്ള വാടക കൂടി ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതാണ്. ഇതാണ് ഇത് സംബന്ധിച്ച് നിലവിലെടുത്തിട്ടുള്ള തീരുമാനം. നമുക്ക് നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ പാലം ഇവിടെ വരേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ മാനുഷിക പരിഗണനയുടെ പേരിൽ ലഭിക്കാവുന്നത് അത്രയും ലഭിക്കുക എന്നുള്ള ആ ഒരു തീരുമാനമാണ്. വീട് വെക്കാൻ ഭൂമിയില്ലാത്ത ഒരു വിഷയം കൂടി ഞങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.